ഇതുവരെ ഒരുങ്ങിയില്ലേ? ഈ തുറക്കാരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തി അടങ്ങുമല്ലേ? എന്റെ സമ്മതമില്ലാണ്ട് നിശ്ചയിക്കണ ഈ കല്യാണം നടക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തെ പോലെ വിചാരിക്കണ്ട. നീ പിന്നെ ആരെ അടി കാത്തിരിക്കണേ? ചത്ത് കടലെടുത്തു പോയ ആണും പെണ്ണും കെട്ട അവനെയാ. എടി, അവൻ തിരിച്ചു വരില്ലെന്ന് 100 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? ഒന്ന് കളയും ഞാൻ. അവൻ കടലമ്മയുടെ കൊട്ടാരത്തിൽ സുഖവാസത്തിന് പോയതല്ല, ഒന്ന് കടലിലെറിഞ്ഞതാ. അതവൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു. ശ്രീവാളിൽ നിന്ന് ചാടി മാലു ആത്മഹത്യക്ക് ശ്രമിച്ചു. പിറ്റേന്ന് ആ കരയാകെ ഞെട്ടണ വാർത്തയായിട്ടാണ് പരദൂഷണമാർ ഇതെത്തിയത്. അറിഞ്ഞില്ലേ ആശുപത്രിയിലെ വിശേഷം? തൊറയിലാശാന്റെ മോള് പിഴച്ചുപോയി. അവക്ക് വയറ്റിലുണ്ടെന്ന്. ഈശ്വര, കുമാരേട്ടൻ പുറകെടന്ന് പണി പറ്റിച്ചെടുത്ത. കുമാരനല്ല ആള്. അവള് നമ്മുടെ രാധയുടെ പേരാ പറഞ്ഞത്. ബാലുവിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ നശിപ്പിച്ച അവളെ സ്വീകരിച്ചോളാന്ന് കുമാരൻ സമ്മതിച്ച് അവരതിനുള്ള ശ്രമം തുടങ്ങി. അന്ന് അവളൊരു ഭ്രാന്തിയെ പോലെ ബഹളം ഉണ്ടാക്കി. എന്താ കൊച്ചേ ഇത്? വേണ്ട, അടുത്ത് വരരുത്. എന്റെ കുഞ്ഞിനെ കൊല്ലം ഞാൻ സമ്മതിക്കില്ല. ആണും പെണ്ണും കെട്ടവനെന്ന് പറഞ്ഞ പാവത്തിനെല്ലാരും കൂടി കൊന്നാളിഞ്ഞില്ലേ? എന്റെ രാധ ആൺകുട്ടിയാ. അതിന് തെളിവായിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തും. അതിന് തടസ്സം നിന്നാ ഞാനും ഈ കടലിൽ ചാടി ചാവും. ഓർത്തോ? താനെന്റെ മോനെ കൊല്ലാക്കൊല ചെയ്ത് പോരാഞ്ഞിട്ട് ഇപ്പൊ അവന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയാണോ? ഞങ്ങൾക്കൊക്കെ ജീവനുള്ളപ്പോ പറ്റിയാലോ? എല്ലാരെയും എല്ലാ കാലവും പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ഒരു തൊറയിലാശാൻ വന്നേക്കണ്. എന്റെ മോനാണല്ലാന്ന് പറഞ്ഞ് തനിക്ക് ദൈവം തന്ന ശിക്ഷയാണിത്. തന്റെ ഒടുക്കത്തെ ഒരു പ്രവചനം. ഇനി ഞങ്ങളുടെ മോനെ തിരിച്ചു തരാൻ തനിക്ക് സാധിക്കോ? ഇയാളാണ് നാട്ടിൽ നിന്ന് ഓടിക്കേണ്ടത്. ഉള്ള ശകുനി തൊറയിലാശാൻ. ഈ മുറ്റത്ത് വന്ന് ബേളം വെക്കാൻ നിങ്ങൾക്കൊക്കെ എന്നാ ധൈര്യം വന്നത്? മര്യാദക്ക് പോയില്ലെങ്കിൽ കുമാരന്റെ തനി സ്വഭാവം അറിയുമേ. എടാ നാണം കെട്ടവന്, നാട്ടിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ വയറ്റിലുള്ള ഒരു പെണ്ണിന്റെ പുറകെ നീ പിന്നെ നടക്കണത്? നിങ്ങളുടെ മോനെ ഒഴിവാക്കാമെങ്കിൽ വയറ്റിലുള്ളവന്റെ കൊച്ചിനെ ഒഴിവാക്കാനും കുമാരൻ അറിയാം. അതിന് അവളൊന്ന് കാല് തെറ്റി വീണാ മതി. നിന്റെ മോനെ പോലെ തന്നെ അതിഭൂലോകം കാണുകയല്ലേ. നിന്റെ അച്ഛൻ തീർന്നത് അബദ്ധത്തിലാണെങ്കിൽ ഇത് അറിഞ്ഞോണ്ട് തീർക്കുക. അതോടെ കുമാരന്റെ മനസ്സിൽ പക വർദ്ധിച്ചു. പിറ്റേന്ന് രാത്രി തീ വെച്ചത് ആരാണെന്ന് കണ്ടില്ലെങ്കിലും അത് കുമാരനാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങള് കരക്കാരെല്ലാം കൂടെ ഒപ്പിട്ട് പോലീസിൽ പരാതി കൊടുത്തു. കുമാരനെ പോലീസ് അറസ്റ്റും ചെയ്തു. നിന്റെ അച്ഛനും അമ്മയും പോയതോടെ ഞങ്ങൾ ഓടുന്ന താമസം മാറ്റി. കുമാരൻ ഇപ്പൊ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കുഞ്ഞിന്റെ അമ്മയാണെങ്കിലും ആ നാണം കെട്ടവൻ ഇപ്പോഴും മാലുവിനെ വേണം. തൊറയിലാശാനാണ് തളർന്ന് കിടപ്പില്ല. ആരും തുണയില്ലാത്തൊരു പെണ്ണ്. അവക്ക് എത്ര കാലം കുമാരനെ എതിർത്ത് നിൽക്കാൻ പറ്റും? എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് കുമാരൻ നിന്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കും. അങ്ങനെ സംഭവിച്ചാ പിന്നെ മാലുവും ജീവിച്ചിരിക്കില്ല.
കഴിക്കാനുള്ള മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഈ കിടപ്പേന്ന് ഇനി എഴുന്നേക്കില്ല കുമാര. ചെയ്ത തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിക്കണ്ടേ? ഇതാരാണ് വന്നേക്കണത്? നീ ജീവനോടെ തിരിച്ചു വന്നേക്കണെന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങാട് വിശ്വാസം വന്നില്ല. ആന്റും കളസമൊക്കെ ഇട്ട് നീ ആളാകെ മാറിയല്ലേ. എന്താണ് ഇപ്പൊ എഴുന്നള്ളിയേ? അച്ഛന്റെ അമ്മയുടെ ചാരം വരാനാണ്? എവിടെ പോണ് നീ? മാലുവിനെ കാണാനാ? നിന്നെ കടലിലെറിഞ്ഞതും നിന്റെ തന്തയും തള്ളയും തീർത്തും അവക്ക് വേണ്ടിയാ. അവൾ ഇനി നിന്നെ കാണാൻ പാടില്ല. തിരിച്ചു പൊക്കോ. ഈ തൊറയുടെ ശാപം നീയാ ഈ തൊറ വിട്ട് പോണ്ടത്. ഈ ലോകത്ത് എനിക്ക് ഇനി ആകെ ബാക്കിയുള്ളത് മാലുവാ. അവൾ എനിക്ക് വേണം. നിനക്ക് അവളെ കിട്ടണമെങ്കിൽ നീ എന്നെ കൊല്ലണം.
എനിക്ക് നിന്നെ കൊല്ലാൻ വയ്യ. നിന്നെ കൊന്ന് ജയിലിൽ പോലെ എനിക്ക് വയ്യ. എനിക്ക് ജീവിക്കണം. എന്റെ മാലുവിന്റെ കുഞ്ഞിന്റെ കൂടെ ഈ തുറയെ തന്നെ എനിക്ക് ജീവിക്കണം. പൊയ്ക്കോ, ഈ തുറ വിട്ട് നീ എവിടേക്കെങ്കിലും പൊയ്ക്കോ. ഈ കരക്കാരെ നീ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഈ തുറയിലെങ്ങ നീ കാലുകുത്തിയ ഏപ്പൊട്ടിയെ തല്ലി കൊല്ലമായിരുന്നു നിങ്ങൾ കൊല്ലും. ഇവനെ ആൺകുട്ടിയിട്ട് വളർത്തിയാ മതി. ഒരു വാരി വാരി വെച്ചുമ്പോ